+2 കംപ്ലീറ്റ് ചെയ്ത് ഡിഗ്രി പഠിക്കാൻ ആഗ്രഹിക്കുന്ന, ബിരുദതലത്തിലൊരു കോഴ്സ് സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ മൊത്തത്തിലെടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ ചൂസ് ചെയ്യാനും പഠിക്കാനും ആഗ്രഹിക്കുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റി നമുക്ക് വേണമെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റികളുടെ കൂട്ടത്തിൽ ഒരു സെലിബ്രിറ്റി, ഒരു താരം, ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ഫാൻ കൂടുതലുള്ള ഒരു യൂണിവേഴ്സിറ്റി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തുകൊണ്ടാണ് ഒട്ടുമിക്ക വിദ്യാർത്ഥികളും ഡൽഹിയിൽ പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? ഡിഗ്രി തലത്തിലെങ്കിലും എഞ്ചിനീയറിംഗ്, മെഡിസിൻ ഒന്നും അല്ലാത്ത ജനറൽ ഡിഗ്രിയൊക്കെ പഠിച്ച് ടീച്ചറും സയൻറ്റിസ്റ്റൊക്കെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പൊതുവേ പ്രിഫർ ചെയ്യുന്നൊരു യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. എന്തുകൊണ്ടാണത്? ഒന്നാമത്തെ കാര്യം, ദേശീയ തലസ്ഥാനത്താണ് ഡൽഹി യൂണിവേഴ്സിറ്റി നിലകൊള്ളുന്നത് എന്നത്. രണ്ടാമത്തെ കാര്യം, വളരെ പ്രഗത്ഭരായ ഒരുപാട് അലുമിനികൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സ്വത്തായി വന്നിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ അത് പ്രിഫർ ചെയ്യുന്നത്. മൂന്നാമത്തൊരു കാര്യം, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളിൽ ഹോണേഴ്സ് കോഴ്സിനുള്ള സ്വാധീനവും അതിൻ്റെ പ്രാധാന്യവുമാണ്. അപ്പോൾ ആളുകൾ എന്നോട് ചോദിക്കും, എന്ത് ഈ ഹോണേഴ്സ് കോഴ്സും സാധാ ഡിഗ്രി രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടോ? രണ്ടും വേറെ വേറെയാണ്. ആണ്, തീർച്ചയായിട്ടും. ഹോണേഴ്സ് കോഴ്സുകളിൽ ഡൽഹി യൂണിവേഴ്സിറ്റി ഒരു പ്രാധാന്യം വിളിച്ചോതുന്ന കോഴ്സുകളാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് എത്രത്തോളം ഇത് ഡൽഹി യൂണിവേഴ്സിറ്റി മാത്രമല്ല, ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളിലും ഉണ്ട്. പക്ഷേ ഡൽഹി യൂണിവേഴ്സിറ്റിയുള്ള ഹോണേഴ്സ് കോഴ്സുകൾ എന്ന് പറയുന്നതിന് പൊതുവെ ഒരു സ്വീകാര്യത കൂടുതലാണ്. നമ്മൾ പ്രോഗ്രാം എന്നോ അല്ലെങ്കിൽ പാസ് ഡിഗ്രി എന്നോ പറയുന്ന സാധാ ഡിഗ്രികളേക്കാൾ ഒരു 20-25% കണ്ടൻറ്റ് കൂടുതലാണ് ഈ ഹോണേഴ്സ് ഡിഗ്രികളിൽ. ഒന്ന്. രണ്ടാമത്തത്, ഹോണേഴ്സ് ഡിഗ്രികൾ പൊതുവെ ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ഡിഗ്രികൾ പോലെയാണ്. ഡെസർട്ടേഷനും ഫൈനൽ പ്രോജക്റ്റൊക്കെ വെച്ച് വളരെ കൃത്യമായൊരു സ്ട്രക്ചറിൽ നന്നായി കൊണ്ടുപോകുന്ന കോഴ്സുകളാണ് ഹോണേഴ്സ് ഡിഗ്രികൾ. അതുകൊണ്ട് ഹോണേഴ്സ് ഡിഗ്രികൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്നു എന്നതാണ് മറ്റൊരു പ്രാധാന്യം കൂടാനുള്ള മറ്റൊരു കാരണം. നാലാമതൊരു കാര്യം, ചരിത്രപരമായൊരു പശ്ചാത്തലമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 1922 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ പ്രത്യേക ആക്ട് പ്രകാരം രൂപീകരിച്ച യൂണിവേഴ്സിറ്റി ഈ വരുന്ന വർഷം അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. അതേപോലെ രസകരമാണ്, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ യൂണിവേഴ്സിറ്റി അതിൻ്റെ 25ാം വാർഷികം സിൽവർ ജൂബിലി ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. പക്ഷേ വിഭജനത്തിൻ്റെ മുറിപ്പാടുകൾ വേദനിക്കുന്ന ഇന്ത്യ അങ്ങനെ ഒരു ആഘോഷത്തിന് മുതിർന്നില്ല. തൊട്ടടുത്ത വർഷത്തേക്ക് സിൽവർ ജൂബിലി ആഘോഷങ്ങൾ മാറ്റിവെക്കുകയും മൗണ്ട് ബാറ്റണും ജവഹർലാൽ നെഹ്റുവും ഡോക്ടർ ആസാദ്, മൗലാന അബുൽ കലാം ആസാദുമൊക്കെ സാക്ഷികളായിക്കൊണ്ട് സിൽവർ ജൂബിലി പിന്നെ തൊട്ടടുത്ത വർഷം ആഘോഷിക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചരിത്രത്തിൽ ഒരുപാട് സ്ഥാനമുള്ള ഫ്ലാഗ് ആദ്യമായി ദേശീയ പതാക ഹോയിസ്റ്റ് ഉയർത്തിയത് ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തിലായിരുന്നു, സിൽവർ ജൂബിലി ദിനത്തിലുമായിരുന്നു. അത് ആ ഒരു പ്രത്യേകത യൂണിവേഴ്സിറ്റിക്കുണ്ട്. ദെൻ അതിന് പുറമെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോളേജുകൾ, NIRF റാങ്കിങ്ങിൽ വളരെ നല്ല സ്ഥാനത്ത് നിൽക്കുന്ന ഒരുപാട് കോളേജുകൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുണ്ട്. ഒട്ടുമിക്ക കോളേജിലും ചില സബ്ജക്റ്റുകൾക്ക് നല്ല പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് എന്നതൊക്കെ ഒരുപാട് അങ്ങനത്തെ പ്രത്യേകതകൾ കാണാം. നിങ്ങൾ നോക്കിയ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോളേജുകൾ എടുത്താൽ മിറാണ്ട ഹൗസും ഹൻസ് രാജും സ്റ്റീഫൻസും ഹിന്ദു കോളേജും രാംജാസും ഡൽഹി ജാക്കിർ ഹുസൈൻ കോളേജും ഒക്കെ പോലുള്ള മികച്ച കോളേജുകൾ ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ വരുന്നു എന്നതാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടാനും സ്വീകരിക്കാനും കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ പഠനം വലിയൊരു കാര്യമായി കണ്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇനി അഡ്മിഷൻ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 13ഓളം കോഴ്സുകൾ എൻട്രൻസ് എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അത് ഞാൻ വിശദമായിട്ട് നിങ്ങളോട് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് ഇതൊഴിച്ച 13 ഒഴിച്ചുള്ള ബാക്കി എല്ലാ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളും മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയാണ്. 3 ബെസ്റ്റ് സബ്ജക്റ്റ്, +2 ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ബെസ്റ്റ് 3 സബ്ജക്ട്സും ലാംഗ്വേജും കൂടി കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന ഇൻഡെക്സ് മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. അതിനൊരു പ്രത്യേക കട്ട് ഓഫാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ദെൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കട്ട് ഓഫ് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഇൻഡെക്സ് മാർക്ക് വന്ന് ദെൻ നമ്മളൊരു പെർസെൻറ്റേജ് വന്ന് ഇതും കൂട്ടിയുള്ളൊരു ഇൻഡെക്സ് മാർക്ക് വന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നീട് സെപ്റ്റംബർ ആദ്യം മുതൽ ഇൻഡെക്സ് കട്ട് ഓഫ് മാർക്ക് വന്നു തുടങ്ങി. ഈ കട്ട് ഓഫ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കട്ട് ഓഫ് വരുന്ന സമയത്ത് കോളേജുകളെക്കുറിച്ച് വർക്ക് ചെയ്യാൻ അന്വേഷിക്കുകയും ചെയ്യല്ല വേണ്ടത്. മറിച്ച് നേരത്തെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ എപ്പോഴുമുള്ള ഒരു കൺഫ്യൂഷൻ അതാണ്. ഏത് കോളേജ്, ഇക്കണോമിക്സിന് ഏതാണ്, രാംജാസ് ആണോ, ജാക്കിർ ഹുസൈൻ ആണോ, SRCC ആണോ, അതല്ല ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സോ ലേഡി ശ്രീറാം ആണോ, ഇത്തരം സംശയങ്ങൾ ഒരുപാടുണ്ടാവും. അപ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സീനിയേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, മൊത്തത്തിൽ റാങ്കിങ് എടുക്കുകയൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഓർഡർ ഓഫ് പ്രിഫറൻസ്
ഉണ്ടാക്കണം, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഈ കട്ട് ഓഫ് വന്നാൽ, ഉദാഹരണത്തിന് 98 ഫസ്റ്റ് കട്ട് ഓഫ് വന്നു. ഈ ഫസ്റ്റ് കട്ട് ഓഫിൽ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സും ലേഡി ശ്രീറാമും വന്നു, ഹിന്ദു കോളേജും വന്നു, ഹൻസ്രാജും വന്നു. ഈ 5-ൽ ഏതെങ്കിലും ഒന്ന് ഒരു കോഴ്സ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ BCom ആണ് പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ BA ഇക്കണോമിക്സ് ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഈ 5 കോളേജിൽ ഏതെങ്കിലും ഒരു കോളേജിലെ BA ഇക്കണോമിക്സ് കൊടുക്കാൻ പാടില്ല, മറ്റു കോഴ്സുകളും കൊടുക്കാൻ പാടില്ല. ഒരു കോഴ്സ് ഒരു കോളേജ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, അഥവാ നമ്മൾ SRCC ആണ് കൊടുത്തതെങ്കിൽ ലേഡി ശ്രീറാമും ഹൻസ്രാജും ഹിന്ദു കോളേജും ഒന്നും നമുക്ക് പിന്നീട് എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ സബ്ജക്റ്റ് പ്രിഫർ ചെയ്യാൻ പറ്റില്ല. അത് പ്രത്യേകം മനസ്സിലാക്കിയിട്ട് ഹോംവർക്ക് ചെയ്തിട്ടാണ് വേണം പോവാൻ. ഇനി നമ്മൾ ആദ്യത്തെ 98-ൽ ശ്രീറാം വന്നില്ല, ആകെ വന്നത് 3 കോളേജാണ്. രാംജാസ് വന്നു, സാക്കിർ ഹുസൈൻ വന്നു, ദെൻ ഹിന്ദു വന്നു. നമ്മൾ അതിൽ ഏതെങ്കിലും ഒന്നിൽ ഹിന്ദുവിൽ കൊടുത്ത് ഹിന്ദു കിട്ടിയെന്ന് വിചാരിക്കുക. പിന്നീട് വരുന്ന കട്ട് ഓഫിൽ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കോളേജ് കൊടുക്കാം, ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനൊരു ചെറിയ ഫീസാണ് നമ്മൾ അതിന് അടക്കേണ്ടി വരിക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന കോളേജുകളുടെ കട്ട് ഓഫ് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അത് ഓരോ കോളേജിൻ്റെ വെബ്സൈറ്റിലാണ്. നമുക്ക് വേണ്ടി നമ്മൾ അഡ്രസ്സ് രജിസ്റ്റർ ചെയ്ത പേജിൽ അത് വന്നുകൊള്ളണം എന്നില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ കട്ട് ഓഫും ഇറങ്ങുമ്പോൾ ഡൽഹി കമ്മ്യൂണിറ്റി, സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയെ കോൺടാക്റ്റ് ചെയ്യുകയോ ഓരോ കോളേജിൻ്റെയും സൈറ്റിൽ കയറി ആ കോളേജിൻ്റെ കട്ട് ഓഫ് ഏതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ട് വേണം ഒരു ഓർഡർ ഓഫ് പ്രിഫറൻസ് എടുക്കാൻ. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കുകയും പാലിക്കുകയും ചെയ്താൽ ഏറ്റവും നല്ല ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഏറ്റവും നല്ല കോളേജിൽ ഏറ്റവും നല്ല കോഴ്സ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി നമുക്ക് ഏതൊക്കെ കോളേജ്, എന്തൊക്കെ കോഴ്സ് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ളതെന്നും കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ കുറച്ചുകൂടി ചിത്രങ്ങൾ, കാര്യങ്ങൾ വ്യക്തമാവും. 91 കോളേജാണുള്ളത്. ഈ 91 കോളേജിൽ ജീസസ് ആൻഡ് മേരി കോളേജും സ്റ്റീഫൻസ് കോളേജും അവരുടെ തന്നെ അഡ്മിഷൻ പ്രോസസ്സുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിക്കുകയും ഒരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടുകയും അത് വെച്ചുകൊണ്ടേ ജീസസ് ആൻഡ് മേരിയിലും സ്റ്റീഫൻസിലും പിന്നീട് അപേക്ഷിക്കാൻ പറ്റൂ എന്ന് പ്രത്യേകം മനസ്സിലാക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാതെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒന്ന്. മറ്റൊരു കാര്യം, ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള BComൽ മാത്സ് നിർബന്ധമാണ് ഹോണേഴ്സിന്. അതേസമയത്ത് പ്രോഗ്രാം BComന് മാത്സ് നിർബന്ധമില്ല. ദെൻ ഇക്കണോമിക്സ് ഹോണേഴ്സ് ഉണ്ട്, ഹോണേഴ്സിന് മാത്സ് നിർബന്ധമാണ്. അതേസമയത്ത് BA ഇക്കണോമിക്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പാസ് ഡിഗ്രി എന്ന് പറയുന്ന ഡിഗ്രിക്ക് മാത്സ് നിർബന്ധമില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതും കൂടി മനസ്സിലാക്കിയിട്ട് ഓപ്ഷൻസ് കൊടുക്കുക. ഇനി കോളേജിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മികച്ച കോളേജുകൾ എടുക്കുമ്പോൾ അധികവും നോർത്ത് ക്യാമ്പസിലാണ് വരുന്നത്. സൗത്ത് ക്യാമ്പസിൽ പൊതുവേ മികച്ച കോളേജുകൾ, നമ്പർ ഓഫ് കോളേജസ് റിലേറ്റീവ്ലി കുറവാണ്. ഏതായാലും ഡൽഹി യൂണിവേഴ്സിറ്റി കീഴിലുള്ള മികച്ച കോളേജിൽ കുറച്ചെണ്ണം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാക്കാനും കോഴ്സ് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സഹായകമാകുന്ന രീതിയിൽ അതൊന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തേത് സ്റ്റീഫൻസ് കോളേജ്. NIRF റാങ്കിങ്ങിൽ 4-ാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. 1881 സ്ഥാപിതമായ കോളേജാണ്. 1922 യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുമ്പോൾ ഈ കോളേജിന് മുമ്പുണ്ടായിരുന്ന സ്റ്റീഫൻസ് കോളേജിനെ അതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. BA ഇക്കണോമിക്സ്, BA ഹിസ്റ്ററി, BA ഇംഗ്ലീഷ്, BSc മാത്തമാറ്റിക്സ്, BSc കെമിസ്ട്രി, ഇതാണ് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട കോഴ്സുകൾ. പിന്നെ LSR ആണ്, ലേഡി ശ്രീറാം കോളേജ്. ലേഡി ശ്രീറാം കോളേജ് NIRF റാങ്കിങ്ങിൽ 2-ാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. 1956 സ്ഥാപിതമായ കോളേജിൽ BA ഇംഗ്ലീഷ്, BCom, BA ഇക്കണോമിക്സ്, BA സൈക്കോളജി, BA ജേർണലിസമാണ് പ്രധാന കോഴ്സുകൾ. ദെൻ 12-ാം റാങ്ക് NIRFൽ വരുന്ന SRCC ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് 1926 രൂപീകരിച്ചതാണ്. BComഉം BA ഇക്കണോമിക്സുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കോഴ്സുകൾ. ശ്രീ വെങ്കടേശ്വര എന്ന് പറഞ്ഞ കോളേജ് 14-ാം റാങ്കിങ്ങിലാണുള്ളത്. 1961 രൂപീകൃതമായ കോളേജിൽ, സ്ഥാപിച്ച കോളേജിൽ BSc മാത്തമാറ്റിക്സ്, BSc കെമിസ്ട്രി, ദെൻ അതുപോലെ തന്നെ BSc ഫിസിക്സ്, BCom, BA ഇക്കണോമിക്സ് ആണ് പ്രധാനപ്പെട്ട കോഴ്സുകൾ. 1899 സ്ഥാപിതമായ ഹിന്ദു കോളേജ് NIRF റാങ്കിങ്ങിൽ 3-ാമതാണ്. BCom, BA ഹിസ്റ്ററി, BA ഫിലോസഫി, BA പൊളിറ്റിക്കൽ സയൻസ്, BA ഇക്കണോമിക്സ് ഒക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കോഴ്സുകൾ. 1961 സ്ഥാപിതമായ വിമൻസ് കോളേജായ ജീസസ് ആൻഡ് മേരി കോളേജ് NIRF റാങ്കിങ്ങിൽ 37-ാമതാണ്. BSc മാത്തമാറ്റിക്സ്, BA സൈക്കോളജി, BA പൊളിറ്റിക്കൽ സയൻസ്, BCom, ദെൻ BA ഇക്കണോമിക്സ് ഒക്കെയാണ് പ്രധാനപ്പെട്ട കോഴ്സുകൾ. 1948 സ്ഥാപിതമായ ഹൻസ്രാജ് കോളേജ് NIRF റാങ്കിങ്ങിൽ 9-ാമതാണ്. BSc ഫിസിക്സ്, BSc കെമിസ്ട്രി, BCom, BSc മാത്സ്, BA ഇക്കണോമിക്സ് ഇവയാണ് പ്രധാനപ്പെട്ട കോഴ്സുകൾ.
ദെൻ കമലാ നെഹ്റു കോളേജ് 1964 സ്ഥാപിതമായത്. ദെൻ സൗത്ത് ക്യാമ്പസിലാണ് അതുള്ളത്. 43ാമത്തെ റാങ്കാണ് NIRFൽ. BA ഇക്കണോമിക്സ്, BA പൊളിറ്റിക്കൽ സയൻസ്, BCom, BA ജേർണലിസം, BA സൈക്കോളജി ഇവ പ്രധാനപ്പെട്ട കോഴ്സുകളാണ്. ദെൻ മിറാണ്ട ഹൗസ് ആണ് പിന്നൊരു കോളേജ്. NIRF റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതും കൂടുതൽ കുട്ടികൾ പ്രിഫർ ചെയ്യുന്നതുമായൊരു കോളേജാണ്. 1948 രൂപീകൃതമായ കോളേജ് നോർത്ത് ക്യാമ്പസിലാണ്. BA ഫിലോസഫി, BA പൊളിറ്റിക്കൽ സയൻസ്, BSc മാത്തമാറ്റിക്സ്, BA ഇംഗ്ലീഷ്, BA ഇക്കണോമിക്സ് എന്നിവയാണ് പ്രധാനപ്പെട്ട കോഴ്സുകൾ അവിടുത്തേത്. ദെൻ ഗാർഗി കോളേജ് മറ്റൊരു പ്രധാനപ്പെട്ട കോളേജാണ്. NIRF റാങ്കിങ്ങിൽ 16ാം റാങ്കുള്ള ഈ കോളേജ് സൗത്ത് ക്യാമ്പസിലാണ്. 1967 ഈ കോളേജ് രൂപീകൃതമായത്. BSc കെമിസ്ട്രി, BA സൈക്കോളജി, BA പൊളിറ്റിക്കൽ സയൻസ്, BCom, BA ഇക്കണോമിക്സ് എന്നിവയാണ് പ്രധാനപ്പെട്ട ഇവിടുത്തെ കോഴ്സുകൾ. ദെൻ രാംജാസ് സൗത്ത് ക്യാമ്പസിലാണ്. ദെൻ 1917 രൂപീകൃതമായ കോളേജാണ്. BA പൊളിറ്റിക്കൽ സയൻസ്, ദെൻ BSc സ്റ്റാറ്റിസ്റ്റിക്സ്, BCom, BA ഹിസ്റ്ററി, BA ഇക്കണോമിക്സ് എന്നിവയാണ് പ്രധാനപ്പെട്ട ഇവിടുത്തെ കോഴ്സുകൾ വരുന്നത്. ദെൻ ജാക്കിർ ഹുസൈൻ ഡൽഹി കോളേജ് 1792 സ്ഥാപിതമായത്. ഇക്കണോമിക്സ്, സൈക്കോളജി, ഹിസ്റ്ററി, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട കോഴ്സുകൾ. 1967 സ്ഥാപിതമായ ഷഹീദ് ഭഗത് സിംഗ് കോളേജ് ദെൻ സൗത്ത് ക്യാമ്പസിലാണ്. BSc മാത്സ്, BA പൊളിറ്റിക്കൽ സയൻസ്, BA ഇംഗ്ലീഷ്, BCom, BA ഇക്കണോമിക്സ് ഇതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കോഴ്സുകൾ. ദെൻ നോർത്ത് ക്യാമ്പസിലുള്ള ഇൻദ്രപ്രസ്ഥ കോളേജ് ഫോർ വിമൺ 1924 സ്ഥാപിതമായതാണ്. BA പൊളിറ്റിക്കൽ സയൻസ്, BA ഇംഗ്ലീഷ്, BCom, BA മാസ് മീഡിയ ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, BA ഇക്കണോമിക്സ്. ദെൻ കിരോറി മാൽ കോളേജ് എന്ന പ്രസിദ്ധമായ കോളേജ് 19ാം റാങ്കാണ്. NIRFൽ 1954 രൂപീകൃതമായതാണ്. BA പൊളിറ്റിക്സ്, BSc മാത്തമാറ്റിക്സ്, BA ഇംഗ്ലീഷ്, BCom, BA ഇക്കണോമിക്സ് എന്നിവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കോഴ്സുകൾ. ദെൻ അതുപോലെ തന്നെ ആത്മാറാം സനാതൻ ധർമ്മ കോളേജ് 1959 രൂപീകൃതമായതും. ദെൻ 13ാം NIRF റാങ്കിൽ 13ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ്. BSc മാത്തമാറ്റിക്സ്, BA പൊളിറ്റിക്കൽ സയൻസ്, BCom, BA ഇക്കണോമിക്സ് എന്നിവയാണ് പ്രധാനപ്പെട്ട കോഴ്സുകൾ. ദെൻ NIRF റാങ്കിങ്ങിൽ 26ാം സ്ഥാനത്ത് നിൽക്കുന്ന ദൗലത് റാം കോളേജ് 1960 രൂപീകൃതമായതാണ്. നോർത്ത് ക്യാമ്പസിലാണുള്ളത്. BA ഹിസ്റ്ററി, BSc മാത്തമാറ്റിക്സ്, BA സൈക്കോളജി, BCom, BA ഇക്കണോമിക്സ് ഇതാണ് പ്രധാനപ്പെട്ട കോഴ്സുകൾ. ദെൻ NIRF റാങ്കിങ്ങിൽ 35ാം സ്ഥാനത്ത് നിൽക്കുന്ന മൈത്രേയി കോളേജ് 1967 സ്ഥാപിതമായത്. BSc കെമിസ്ട്രി, BA ഹിസ്റ്ററി, BA പൊളിറ്റിക്കൽ സയൻസ്, ദെൻ BCom ഇവയാണ് പ്രധാനപ്പെട്ട കോഴ്സുകൾ. 1959 സ്ഥാപിതമായ ദയാൽ സിംഗ് കോളേജ് 25ാം സ്ഥാനത്താണ്. NIRFൽ BA ഇക്കണോമിക്സ്, BSc പ്രോഗ്രാമുകൾ, BCom എന്നിവയാണ് പ്രധാനപ്പെട്ട കോഴ്സുകൾ. ഈ കോളേജുകളെക്കുറിച്ച് ഇങ്ങനെ കോളേജുകളെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക. ഓരോ കോളേജിലെയും പ്രധാനപ്പെട്ട കോഴ്സുകൾ എന്താണ്, ഈ കോഴ്സുകളിൽ തന്നെ കോളേജുകളുടെ റാങ്കിങ്ങുകൾ നല്ല വാർത്ത സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി ആയിട്ടോ അതല്ലെങ്കിൽ സീനിയർ കുട്ടികളായിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടേതായൊരു ഹോംവർക്ക് ചെയ്ത് നിങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് വേണം കോളേജ് അപേക്ഷ പ്രിഫറൻസ് കൊടുക്കാനും. ദെൻ കട്ട് ഓഫ് വരുമ്പോൾ കോളേജ് എടുക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ പ്രാവശ്യവും കട്ട് ഓഫ് വന്നുകൊണ്ടേയിരിക്കും. ഈ കട്ട് ഓഫിനനുസരിച്ച് നമ്മൾ കോളേജുകൾ ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് കൊടുക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് 95 നിങ്ങളുടെ മാർക്ക് എങ്കിൽ ഇൻഡെക്സിൽ വരുമ്പോൾ 95% ആണെന്ന് വിചാരിക്കുക. കട്ട് ഓഫ് വന്നത് 98 നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല, ക്ലിയർ ചെയ്താലേ കൊടുക്കാൻ പറ്റുള്ളൂ. ദെൻ 97 വന്നു, കട്ട് ഓഫ് വന്നു, 95 കട്ട് ഓഫ് വന്നു എങ്കിൽ 95 ആകുമ്പോൾ കട്ട് ഓഫ് വരുന്നതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കും. കട്ട് ഓഫ് വന്ന് വിളിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ദെൻ കട്ട് ഓഫ് 95 വിളിച്ച് കഴിഞ്ഞ് പിന്നെ 94 വരുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 94ൽ നല്ല കോളേജുകൾ, നിങ്ങൾ എടുത്ത കോളേജുകളെക്കാൾ മികച്ചത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ലേഡി ശ്രീറാം കോളേജിൽ ഏറ്റവും മികച്ച കോളേജുകളിലൊന്നാണ് ലേഡി ശ്രീറാം. അതിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മൃദുല ഹരി നമ്മോടൊപ്പം ചേരുന്നു. നമുക്ക് മൃദുല ഹരിയുടെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കാം. നമസ്കാരം, ഞാൻ മൃദുല. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ LSR കോളേജിലെ BA ഓണേഴ്സ് സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. കഴിഞ്ഞ വർഷവും എൻ്റെ അഡ്മിഷൻ ഓൺലൈൻ ബേസിസിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് എക്സ്പീരിയൻസ് നിങ്ങളെ ഷെയർ ചെയ്യാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡൽഹി യൂണിവേഴ്സിറ്റി പോർട്ടലിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കട്ട് ഓഫിൻ്റെ ബേസിസിലാണ് നമുക്ക് അഡ്മിഷൻ വരുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ബെസ്റ്റ് 4 സബ്ജക്ട്സ് അല്ലെങ്കിൽ BFS നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ഓഫ് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ എടുക്കാൻ പോകുന്ന കോഴ്സിനെ പറ്റിയും കോളേജസിനെ പറ്റിയും നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ആ കോളേജിൽ പഠിച്ചതായിട്ടോ അല്ലെങ്കിൽ ആ കോഴ്സ് ചെയ്യുന്നതായിട്ടോ സീനിയേഴ്സായിട്ട് കൺസൾട്ട് ചെയ്യുക, അവരായിട്ട് സംസാരിക്കുക. എന്നിട്ട് വേണം നമ്മൾ കട്ട് ഓഫിൻ്റെ സമയത്ത് അപ്ലൈ ചെയ്യേണ്ടത്.
പിന്നെ DUവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫസ്റ്റ് കം ഫസ്റ്റ് ബേസിസിലല്ല അഡ്മിഷൻ എടുക്കുന്നത്. ആദ്യം ചെല്ലുന്ന ആൾക്ക് ആദ്യം അഡ്മിഷൻ അങ്ങനെയില്ല. കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യണം, അഡ്മിഷൻ കൊടുക്കണമെന്നാണ് റൂളുള്ളത്. അതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇപ്പോൾ കട്ട് ഓഫ് വന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം പോർട്ടലിൽ കൊടുത്തിട്ടുണ്ടാവുമല്ലോ ആപ്ലിക്കേഷൻ. അപ്പോൾ ആ ഇമെയിൽ IDയും പാസ്വേഡും വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ ആ പെർട്ടിക്കുലർ കട്ട് ഓഫിൽ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ആ സമയത്ത് നമ്മൾ കോളേജും കോഴ്സും നമ്മൾ ഏതിലാണോ ക്ലിയർ ചെയ്തത്, കട്ട് ഓഫ് ക്ലിയർ ചെയ്തത് അപ്ലൈ ചെയ്യുക. പിന്നെ 3 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേ ഓപ്പൺ അപ്പ് ആകത്തുള്ളൂ. പിന്നെ ഇൻ കേസ് DU പോർട്ടലിൻ്റെ അണ്ടറിൽ തന്നെയുള്ള ഏതെങ്കിലും കോളേജിന് മുന്നേ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് കട്ട് ഓഫ് വരുമ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എമൗണ്ട് ആയിരുന്നാലും നമ്മുടെ അഡ്മിഷൻ ആയിരുന്നാലും മാറ്റിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഏത് കോളേജ് വന്നാലും നിങ്ങൾ തീർച്ചയായിട്ടും എടുക്കണം. നല്ലൊരു എക്സ്പോഷർ ആയിരിക്കും. ഓൾ ദി ബെസ്റ്റ്. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും സൂക്ഷ്മമായി വിലയിരുത്തുകയും ചെയ്തതിന് ശേഷം ഡൽഹി യൂണിവേഴ്സിറ്റി അഡ്മിഷന് വേണ്ടി തയ്യാറെടുക്കുക. ഏതായാലും വിജയാശംസകൾ നേരുന്നു. നല്ല കോളേജിൽ പഠിച്ച് നല്ല കരിയർ ഓറിയൻറ്റേഷനിലേക്ക് നിങ്ങൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.